കോടതി പറഞ്ഞിട്ടാണ് SIT രൂപീകരിച്ചത്. പക്ഷേ ആ SIT രൂപീകരണം 2 വർഷം നീണ്ടുപോയി. പുതിയ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് ക്യാബിനറ്റിൽ വെച്ച് അന്ന് കോടതി പറഞ്ഞ കാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. SIT രൂപീകരിച്ചു. ആ SITയുടെ റിപ്പോർട്ടാണ് ഇന്നലെ വൈകിട്ട് DGPക്ക് ലഭിച്ചത്. അപ്പോൾ DGP എന്ത് ചെയ്തു? അത് പരിശോധിച്ച് 5 പേർക്കെതിരായി നിയമ നടപടി സ്വീകരിച്ചു. അത് സ്വാഭാവികമായ ഒരു നീതി നിർവഹണം മാത്രമാണ്. അതിനകത്ത് രാഷ്ട്രീയമായ ഞങ്ങളാരും ഇടപെട്ടിട്ടുള്ള കാര്യമല്ല. അത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ DGP നടപടി സ്വീകരിച്ചു. അത് മാത്രമേ ഉള്ളൂ. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകും. പക്ഷേ അത് നിയമപരമായ കാര്യങ്ങളാണ്. അത് നമ്മൾ നിയമപരമായി പരിശോധിക്കും. ഒരാൾ നിയമത്തിന് അതീതരല്ല എന്നാണ് വസ്തുത. ആരും നിയമത്തിന് അതീതരല്ല. എല്ലാ പൗരന്മാർക്കും നീതി അല്ലെങ്കിൽ ന്യായമായിട്ട് ലഭിക്കേണ്ട നിയമപരമായ പരിരക്ഷ ലഭിക്കും. അതാണ് ആലപ്പുഴയിൽ സംഭവിച്ചിട്ടുള്ളത്. അല്ല, ഇപ്പം തന്നെ കോടതിയുടെ അന്വേഷണം നടക്കുകയാണല്ലോ. കോടതിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. SITയുടെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം നടപടി ഉണ്ടായി. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മറ്റേനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അന്വേഷണം പൂർത്തിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്ന് ആലോചിക്കാവുന്ന കാര്യമാണ്. അത് SFIയുടെ ഒരു എക്സസൈസാണ്. ഭരണം മാറിയപ്പം ഞങ്ങളിതൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഏതായാലും പരമാവധി സംയമനം പാലിക്കും. സമയമായില്ലല്ലോ. SFIക്കാരോടും CPMകാരോടും എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കയറിയിട്ട് 2 ദിവസമായിട്ടുള്ളല്ലോ. അല്പം ക്ഷമിക്ക്. 10 വർഷം ഭരിച്ചവരല്ലേ, ഒരല്പം ക്ഷമിക്ക്. ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട്.